ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. So Tendulkar, 49. And there's his 50. Good knock by young Tendulkar. He came out when India seemed in trouble. They'd only lost one wicket, but they had lost Jadeja with the hamstring problem. And he's helped his skipper, Azharuddin, through to a very respectable 107 for 1 after 28 overs. And in the air, cutting away, that'll be 4. Good shot by Tendulkar. It's given a little bit of room. He's cut it. It's gone over the infield and into the boundary for 4. It's a crashing shot through extra cover. And great catch. Never going to get to that. നമ്പർ സാർ എത്തിയോ? എത്തി സാർ. വരൂ സാർ. സാറിനെ വെയിറ്റ് ചെയ്തിരിക്കുക. സാറ് റൂമിലുണ്ടല്ലോ? മുകളിലുണ്ട്. ഭരതൻ സംവിധാനം വേണ്ട. കാതോട് കാതോരം എന്ന ചിത്രത്തിലെ ഗാനമാണ്. ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈയൊലിവിൽ പൂക്കൾ ചൂടിയാടും നിലാവിൽ. ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈയൊലിവിൽ പൂക്കൾ ചൂടിയാടും
തമ്പി സാറേ, ഞാനാ ചന്ദ്രൻ. സാറ് പറഞ്ഞ ആ സ്പെഷ്യൽ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. തമ്പി സാറേ, ചന്ദ്ര, തമ്പി പോയി, ഇനി വിളിക്കണ്ട. ആയിരം വർണ്ണങ്ങൾ കൂടെ വന്നു, അഴകാർന്നൊരാടകൾ നെയ്തു തന്നു. ആയിരം വർണ്ണങ്ങൾ കൂടെ വന്നു, അഴകാർന്നോരാടകൾ നീതു തന്നു. ആ മാടപ്പെട്ടി തുറന്നു തന്നു, ആകാശം പൂത്തു. രാമകൃഷ്ണൻ ബോണക്കാട് എന്ന സാധാരണ ക്രിമിനലിൽ നിന്നും റാംബോ എന്ന് ലോകമറിയുന്ന ഡോൺ അന്ന് ജനിച്ചു. ലോകത്തിലെ ഒരാൾക്കും ഒരായുധത്തിനും തന്നെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ലെന്ന് റാംബോ ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ റാംബോയെ വകവരുത്താൻ ഒരാൾ അന്ന് തന്നെ ജനിച്ചിരുന്നു. രാമകൃഷ്ണൻ ബോണക്കാട് റാംബോ ആയ ആ നിമിഷം തന്നെ. ലക്ഷ്മിയുടെ ആരെങ്കിലും ഉണ്ടോ? ലക്ഷ്മിയുടെ ആരെങ്കിലും ഉണ്ടോ? ലക്ഷ്മിയുടെ ആരെങ്കിലും ഉണ്ടോന്ന്? ആരെയും കണ്ടില്ലല്ലോ പുറത്ത്. രജിസ്റ്ററിൽ കുഞ്ഞിന്റെ പേരെഴുതണം. എന്തെങ്കിലും പേര് കണ്ടുവച്ചിട്ടുണ്ടോ? ഭരത്. ഈ കൈക്കുഞ്ഞിനെ ദൈവം റാംബോയുടെ അന്തകനായി അയച്ചിട്ടുണ്ടെങ്കിൽ അയാളെ വകവരുത്താനുള്ള ആയുധം അവന് നൽകുന്നത് അവന്റെ അമ്മയാണ്.
അടിയാ ഈ എക്സ്റ്റേണൽ എക്സാമിനർ ടെററാണെന്നാ കേട്ടെ. ലാസ്റ്റ് ബാച്ചിൽ ഒരുത്തിന്റെ രക്ഷപ്പെട്ടില്ലെന്നാ കേട്ടത്. വൈബ് ചോദിച്ച എല്ലാരും കൊന്നു കളഞ്ഞവര്. സെഞ്ചി അടിച്ച് കാലു പിടിച്ചാൽ ഇനി കാര്യം നടക്കും. പോലെ ഇത് കറക്റ്റാണ്. വൈബ് തുടങ്ങാം അല്ലേ ടീച്ചർ? ആ തുടങ്ങാം. ഭരത്. യെസ് ടീച്ചർ. പ്ലീസ് കം. ഭരത്, എല്ലാ എക്സ്പെരിമെന്റ്സും അറിയാല്ലേ? അല്ല, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടു. എനിവേസ് ലെറ്റ്സ് സ്റ്റാർട്ട്. എക്സ്പ്ലെയിൻ RC coupled oscillator. Define Weinberg oscillator. What are the modes of operation in a transistor? Do you know collector base modulation? Bharat, what do you mean by a transistor? At least, what is clipping? What is clamping? What is diode? What is current? What is voltage? Explain Ohm's law. Capacitor. What is string? എടോ, തനിക്ക് അതുപോലും അറിയില്ലേ? താൻ എന്തിനാ പഠിക്കുന്നേ? ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ടീച്ചർ ടെൻഷൻ ആയതുകൊണ്ടാവും. മയത്തി ചോദിച്ചാൽ അയാൾ പറയും. ഓക്കെ. ടെൻഷനായോ ഭരതിന്? സാധാരണ ഇങ്ങനെ ടെൻഷൻ വരുമ്പോ അത് മാറാൻ ഭരത് എന്ത് ചെയ്യും? അത് എൻ്റെ അമ്മേ. ഇതെന്താ ചെറിയ കുട്ടികളെ പോലെ അമ്മ എന്നൊക്കെ? എൻ്റെ അമ്മയെ കണ്ട. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. തൽക്കാലം ഞാൻ അമ്മയാണെന്ന് കരുതിക്കോ. അപ്പൊ ടെൻഷൻ മാറില്ലേ? അപ്പം മാറില്ല. പിന്നെ പറയൂ ഭരത്. Come on. അങ്ങനെ വൈവയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഏത് നേരത്താണോ എനിക്ക് അങ്ങനെ തോന്നിയത്? ഓ, നിനക്കങ്ങനെ ഏത് നേരത്തും തോന്നും. അതിന് പ്രത്യേകിച്ച് റീസൺ ഒന്നും വേണ്ടല്ലോ. നീ എൻ്റെ ഒന്ന് വാങ്ങിക്കുവേ. മര്യാദയ്ക്ക് ചെയ്ത് എൻ്റെ എക്സ്പെരിമെന്റ് കൂടെ കൊളാക്കി. നമുക്ക് പ്രിൻസിപ്പളിനെ ഒന്ന് കണ്ടാലോ? പോയി കണ്ടുകൂട്. സസ്പെൻഷൻ കിട്ടാത്തത് ഭാഗ്യം. ഇനി എന്ത് ചെയ്യും? ചെയ്യാതൊന്നുമില്ല. ഇനി കറക്റ്റ് 1 month ഉണ്ട് എക്സാമിന്. അതെങ്കിലും നേരെ പഠിച്ചാൽ എന്നാൽ എന്റെ എക്സ്പെരിമെന്റ് എങ്ങനെ പൊട്ടിയത്? കൊള്ളാന്നാ?
തന്നെന്നാ തോന്നുന്നു. അവൾ ഇങ്ങോട്ടാണല്ലേ? നിനക്ക് ഇവിടെ നേരത്തെ അറിയാമോ? സത്യം പറയടാ, പഴയ ഉമ്മ കൊടുത്ത കലിപ്പോലും തന്നെ. പോണം പുല്ലേ, ഇങ്ങോട്ട് തന്നെയുള്ളു. വിളിച്ചാലും തിരിഞ്ഞു നോക്കല്. എക്സ്ക്യൂസ് മീ. യെസ്. ഹായ്, ഐ എം ഗംഗ. ഹായ്, ഐ എം ടോണി. ഹായ്, ബട്ട് എനിക്ക് സംസാരിക്കേണ്ടത് ഇയാളോടാ. നിന്നെയാണെന്ന്. ഹായ്, ഹായ്, ഐ എം ഗംഗ. ഭരത്. ആക്ച്വലി ഐ ലൈക്ക് യുവർ ഫേസ്. ഞാൻ ഉദ്ദേശിച്ചിരുന്ന ആ ഒരു ക്യാരക്ടർ തന്റെ ഫേസിൽ കണ്ടു. വിരോധം ഇല്ലെങ്കിൽ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാമോ? തൂമിന്നൽ തൂവൽ തുമ്പാൽ മെല്ലെ എൻ പൂവൽ കനവിൽ തഴുകാൻ വരൂ. വാർത്തിങ്കൾ മായും രാവിൻ കൊമ്പിൽ ചിറകേറി നീ പുലർ വെയിൽ മലർ തരൂ. നിൻ പീലിക്കണ്ണിൽ മിന്നിക്കാണും പൊൻതാരാജാലം ചിരിതൂകിയോ. നിറമേഴും മിന്നും മഴവിൽ പടവിൽ അണയാമെന്നും തളിർ മുകിൽ കുളിർ തൊടാം. ഒരു സ്വപ്നം കാണും പോലെ പുതു സ്വർഗം ചേരും പോലെ അരികിലാരും അഴകു ചൂടി വിരിയവേ ഞാനും പൂങ്കാറ്റായി മേയുന്നോ. തൂമിന്നൽ തൂവൽ തുമ്പാൽ മെല്ലെ എൻ പൂവൽ കനവിൽ തഴുകാൻ വരൂ. വാർത്തിങ്കൾ മായും രാവിൻ കൊമ്പിൽ ചിറകേറി നീ പുലർ വെയിൽ മലർ തരൂ. എയർപോർട്ടിലേക്കുള്ള മെയിൻ റോഡായി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ എപ്പോ കഴിയുക? ഇവന്റെ കാമ്പം നടക്കാതെ വേറെ പണിയൊന്നുമില്ല. സർ, മിനിസ്റ്റർ എത്തിയോടെ? ഇല്ല സർ, ഓൺ ദ വേ എന്ന മെസ്സേജ്. നിന്നോട് മലയാളത്തിലല്ലടാ പറഞ്ഞത് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കാന്ന്. സാറിന് അങ്ങോട്ട് പോയേ പറ്റൂ. ഏതവനാണ് അതിന്റെ സാറ്? മര്യാദയ്ക്ക് വണ്ടി എടുത്ത് അങ്ങോട്ട് മാറ്റിയിടുന്ന നിനക്ക് നല്ലത്. മാറ്റാൻ പറ്റില്ല. എന്താ സോമ? സർ, അത് പിന്നെ എവന്റെ ഏതോ സാറിന് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോകണം. ആർക്ക്? പുറകിലുണ്ട്, ചെന്നാ മതി. ഓഹോ. ഏതവനാടാ ഇപ്പൊ ഇത്ര അത്യാവശ്യം? എനിക്കാ. ആരാടാ അമ്മയെ കെട്ടിക്കാനാടാ ഇത്ര ധൃതി? സാറ് വേണ്ട സാറ്, സാറ് പ്ലീസ് വിട്ടേക്ക് സാറേ. സാറേ സാർ ഇദ്ദേഹം വലിയ ആളാ. ആരാണെങ്കിൽ എന്താടാ ഇവന് പറഞ്ഞാ മനസ്സിലാവും. സാർ വണ്ടിയിലോട്ട് കയറിക്കോണം സാറേ. അവന്റെ ഒരു മുടി, കണ്ണാടി, വെള്ളി മാല. എന്താ ഹോമടാ? വണ്ടി എടുത്തു പോട്ടെ. നിയമം പാലിക്കാത്തവൻ ആരായിരുന്നാലും ശരി, അവനെ ഞാൻ വെറുതെ വിടൂല. അങ്ങോട്ട് മാറിക്കേ സാർ. ഒരു മിനിറ്റ്. എന്തോന്നടേ സാറ് റാംബോയാ? നീ കാര്യം പറ. ഇന്നലെ ഞാനൊരു തുള്ളി ഉറങ്ങിയില്ല. ചന്ദനമഴ സീരിയൽ കണ്ടിട്ടേ. ഓ, ഞാൻ കണ്ടില്ല. എന്തായി? മറ്റേ അമൃതേനെ കാട്ടിക്കൊണ്ടാക്കി. കാട്ടിക്കൊണ്ടാക്കിയാ? ശീതള്. മറ്റോളാണല്ലോ കാരണം. വർഷ. ഓ, ഒരു സ്വന്തം മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാത്തവളാണോ? കഴിഞ്ഞാഴ്ചയല്ലേ? അയ്യോ, ഇനിയിപ്പൊ കാട്ടിന്ന് പുലി കുത്തോ ആന കടിക്കോന്നൊന്നും പറയാൻ പറ്റില്ല. നീ പറയണ അടുത്ത ആഴ്ചയാവും.
ഞാൻ കാണഞ്ഞത് നന്നായി, അല്ലെങ്കിൽ സങ്കടപ്പെട്ട് ചത്തന്നെ ഞാൻ. ഷെഡ്ഡി ഫിനാൻസ്, വേറെ എന്തൊക്കെ പേരിടാണ്ടില്ലേ? അത് അയാൾ ഇടാത്തോണ്ടായിരിക്കും ഈ പേരിട്ടത്. എന്തിട്ടാണത്? ഇതുപോലത്തെ ഒരു നല്ല കാർ നമുക്ക് വായിക്കണം കേട്ടോ, നന്നായിട്ട് വർക്കൊക്കെ ചെയ്ത്. എന്നിട്ട് നമ്മളൊരു പൊളി പൊളിക്കും. ശരിയാ. ഹായ്, എന്താ സൗണ്ട്? എന്താ നടക്കണം ഇവിടെ? കുട്ടിയാണോ? വീണ്ടും അയാൾ പിച്ചിയോ? പിച്ചി എവിടെ? കയ്യിലാണ്. പിച്ചിട്ടേ ഉള്ളൂ സാറേ. ഇല്ലേ, അകത്തുണ്ട്. വാടാ. യെസ് പ്ലീസ് കം ഇൻ. ഹലോ. പോയ കാര്യം എന്തായി? കഴിഞ്ഞു ഭയങ്കര രസേന്. അവന്റെ കൈ ഓടിച്ചത് എന്റെ കണക്കിലാണെന്ന് പറഞ്ഞില്ലേ? 2 പ്രാവശ്യം പറഞ്ഞു ഞങ്ങള്. സബാഷ് സാല ഹറാമി. അപ്പോൾ അവൻ എന്ത് പറഞ്ഞു? അയ്യോ എന്നെ തള്ളല്ലേ, ഐസ റോയ ഹേ ക്യാ? എത്ര റുപ്യ കൊട്ടേഷൻ വെച്ച് തവി തുമ്നെ ക്യാ ബോലാ? ഞാൻ പറഞ്ഞു 10,000 റുപ്യ. തവി ഉസ്നെ ക്യാ ബോലാ? അടിക്കാൻ ഏൽപ്പിച്ചാൽ 2 ഓടിച്ചിട്ടുണ്ടെങ്കിൽ 20,000 തരാന്ന് പറഞ്ഞ്. എന്തിനാ സാലേ? എന്നിട്ട് അഡ്വാൻസ് എന്നാ ചെയ്യാന്നും പറഞ്ഞ് आप लोग एडवांस नहीं लिया है ना? അങ്ങനെയൊക്കെ ചെയ്യും, അതൊക്കെ മോശമല്ലേ? താങ്ക് യു. ഫുള്ളായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എന്നാ നോക്കല്ലേ, ചിരിച്ചോളി. ഇപ്പൊ കാണിച്ചത് എടാ കഴിവറുടെ മോനെ, ഈ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കാർ ബിസിനസ് നടത്തുന്ന ആരാന്നറിയോടാ നിനക്ക്? ആരാ? ഉണ്ടായി. ആരാ? ഉണ്ടായി. ഈ ഡിസ്നിയാ? എന്നെ നീ അങ്ങ് ഉണ്ടാക്കല്ലേ, വെച്ചിട്ട് പോടാ. ഏതാടാ ഉണ്ടായി? ഇത് രമേശ്, ഈ കാറ് എന്റെ കാറാ. ആഹാ, മോന്റെ കാറാ? വാ രമേശ, ഈ കാറ് ഇവിടെ എത്തുന്നത് വരെ നിന്റെ, പക്ഷെ അതിപ്പോ എന്റെ. സർ പക്ഷേ അപ്പോ ഈ കാറ് തനിക്ക് ഇതേപോലെ തന്നെ വേണമെങ്കിൽ താൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണം. ഓണർ ഡിസ്കൗണ്ട് എല്ലാം കഴിച്ചു നോക്കുമ്പോ ഒരു 10 ലക്ഷം രൂപ. നോ ബാർഗൈനിങ്. അപ്പൊ എത്രയും പെട്ടെന്ന് കാശുമായിട്ട് വന്നില്ലെങ്കിൽ ഈ കാറ് നമുക്ക് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഒക്കെ പാർട്സ് ആയിട്ട് വാങ്ങിക്കേണ്ടി വരും. അപ്പൊ കാണാം. പിന്നെ പോലീസുകാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ കമ്മീഷൻ ഒന്നും ഞാൻ കൊടുക്കൂല. പറയടാ. റാംബോ പോലീസുമായിട്ടോ? ഇപ്പോഴോ? ടി വി ഇടറാ. മന്ത്രിയുടെ ജനമുന്നേറ്റ യാത്രയോടനുബന്ധിച്ച് നഗരത്തിൽ പോലീസ് ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണത്തിനിടെയാണ് സംഭവം. ബിസിനസ് പ്രമുഖനായ റാംബോയെ വഴിയിൽ തടഞ്ഞതോടെ പ്രശ്നങ്ങൾക്ക് തുടക്കമായി. സമുദ്രകനി പോലീസ് സ്റ്റേഷനിലെ CI പത്മനാഭനും സംഘവുമാണ് റാംബോയെ തടഞ്ഞത്. Shall I book the next flight ticket? Cancel all meetings. What? But David is waiting for you in Mumbai. Ask him to come here. Okay. ഇനി കുറച്ച് ദിവസത്തേക്ക് എല്ലാ മീറ്റിംഗ്സും ഇവിടെ ഫിക്സ് ചെയ്താൽ മതി. Okay, fine. I want to be here for some time. Sir, phone. Speaker. രാമകൃഷ്ണ, നിന്റെ ആ പേര് ഇപ്പൊ നീ തന്നെ മറന്നിട്ടുണ്ടാവും. പക്ഷെ നിനക്ക് മറക്കാൻ പറ്റാത്തൊരു പേരുണ്ട്, തമ്പി. എന്റെ ചേട്ടൻ. ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുവായിരുന്നു രാമകൃഷ്ണ, നിന്റെ തകർച്ചയുടെ തുടക്കത്തിന് വേണ്ടി. ഇന്ന് ഞാനത് കണ്ടു. നീ ആരെയെല്ലാം ഭയപ്പെടുത്തി ഈ സാമ്രാജ്യം കെട്ടിപ്പൊക്കിയോ, അവരൊക്കെ നിന്നെ നോക്കി ചിരിക്കും. എല്ലാം നശിച്ച് റാംബോയിൽ നിന്ന് നീ വെറും രാമകൃഷ്ണൻ ബോണക്കാടായി മാറും. അന്ന് ഞാൻ വരും നമ്മൾ തമ്മിലുള്ള കണക്ക് തീർക്കാൻ. നിർവഹണത്തിൽ തടസ്സം നിന്നതിനാലാണ് തനിക്ക് ഈ നടപടി എടുക്കേണ്ടി വന്നതെന്നും CI പത്മനാഭൻ പറഞ്ഞു. ഡിസ്നി, എനിക്ക് അവനെ വേണം. തമ്പിയല്ലേ? ഞാൻ ഏറ്റു. അല്ല, ആ പോലീസുകാരനെ, പത്മനാഭനെ. അവനെ പറ്റി ഞാൻ അന്വേഷിച്ചു. പടയപ്പ എന്ന ഇരട്ട പേര്. പണ്ട് പടയപ്പ സിനിമ ഇറങ്ങിയ സമയത്ത് തിയേറ്ററിൽ പിള്ളേരെല്ലാം കൂടി എടുത്തിട്ട് ഇടിച്ചു. അങ്ങനെ വീണ പേരെ ഈ പടയപ്പ. ഈ ഇടയ്ക്ക് എവിടെ വന്ന് ചാർജ് എടുത്തത്.
തമ്പിയെ പോലെ തന്നെ മുട്ടാൻ വേണ്ടിയൊന്നുമില്ല. I want to meet him. Anyways. ഇപ്പം നേരിട്ടൊന്നും ചെയ്യാതിരിക്കുന്നതാ നല്ലത്. സംഭവം ചൂടായി നിൽക്കല്ലേ. ഈ ചാനലുകാരുടെ റേഡിയേറ്ററൊക്കെ ഒന്ന് തണുക്കട്ടെ. അവൻ നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ തന്നെ വന്ന് ചാടും. അപ്പം മുന്നിൽ ആരെങ്കിലും നിർത്തി നമുക്ക് അവനെ അങ്ങ് തീർക്കാം. എന്താ കോലാടാ ഇത്? അപ്പൊ നിന്നെ തന്നെയാണല്ലേ ടിവിയിൽ കാണിച്ചത്? ടിവിയില്ല, കണ്ടില്ലേ? അല്ല, നിന്റെ വൈവ് എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ നന്നായിരുന്നു. ഫുൾ മാർക്ക് ഉറപ്പല്ലേ? ഇത് തന്നെയാണല്ലോ നീ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. ഇനി ഫൈനൽ എക്സാമിനെ 1 മാസേ ഉള്ളൂ, അത് ഓർമ്മ വേണം. ഇതുപോലെ പെയിന്റ് പണിക്ക് പോയിട്ട് കറങ്ങി നടന്നാലേ. ഓ, അതെല്ലാം ശരിയാക്കാൻ അമ്മേ. പോയി മുഖം കഴുകടാ. ഏതാടാ കൊച്ച്? നിന്റെ കൂടെ പഠിച്ചതാണോ? ഏയ്, വഴിന്ന് കിട്ടിയതാ. ഏതായാലും നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ. ആ ഐശ്വര്യ റായുടെ പേരാണ് ഗംഗ. ഇനി അവൾക്ക് നീ ഉമ്മ വല്ലതും കൊടുത്തോടാ. അതിന്റെ ഏയ്, പരിചയമില്ലാത്തവർക്ക് ഉമ്മ കൊടുക്കുന്ന പരിപാടി ഞാൻ നിർത്തി. നിർത്തിയാ നിനക്ക് കൊള്ളാം. ഇനി പരിചയമില്ലാത്തവരൊന്നും പോയി പരിചയപ്പെടുന്നു വേണ്ട കേട്ടോ. ഇല്ല. തനിക്ക് എന്താ വേണ്ടേ? എന്നൊന്ന് മാറിക്ക്, ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഓഹോ, ഇതെന്താ എല്ലാരും ഒരാളുടെ മുഖം നോക്കി ചെയ്യുന്നത്? ഗംഗയ്ക്ക് എന്റെ മുഖം ഉണ്ടാക്കിക്കൂടെ? ഇയാൾ അന്വേഷിച്ച് നടന്നിരുന്ന ആ മുഖം എന്റെ ആണെന്നല്ലേ എന്ന് പറഞ്ഞു. ഇത് ഞങ്ങളുടെ അസൈൻമെന്റാ. ആ ചേട്ടനാ മോഡൽ, ഇയാളൊന്ന് മാറിയേ. ശരി, ഇത് കഴിഞ്ഞ് എന്റെ മുഖം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി തരാവോ? ഒന്ന് ശല്യം ചെയ്യാതെ പോകോ. ഞാൻ ശല്യപ്പെടുത്തുന്നില്ല, ഒരു കാര്യം പറഞ്ഞിട്ട് പോയിക്കോളാം. എന്താ? അതെ, അന്ന് കുട്ടിയെ കണ്ടപ്പോ തന്നെ എനിക്കിഷ്ടപ്പെട്ടു, അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. അമ്മ നമ്മളെ TV കണ്ടേ. കുട്ടിക്ക് പിന്നെ എന്നെ നേരത്തെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്കിതങ്ങ് ഉറപ്പിക്കാം. ഇഷ്ടപ്പെട്ടോ? എപ്പോ? എപ്പോഴാ? ഇയാളെന്ന് എന്നെ കുറെ നേരം വായി നോക്കിയില്ലേ? എന്നെ ഒന്ന് പരിചയപ്പെട്ടിട്ട് തന്റെ മോങ്ങൊള്ളാം, ഐ ലൈക്ക് യു എന്നൊക്കെ പറഞ്ഞില്ലേ? അത് ആ ഒരു അർത്ഥത്തിലല്ല. ഐ ലൈക്ക് യു എന്ന് പറയുന്നത് പിന്നെ വേറെ ഏതർത്ഥത്തില? ഐ ലൈക്ക് യുന് തനിക്ക് ഒരർത്ഥം മാത്രമേ അറിയൂ. ഐ ലൈക്ക് യുന് പിന്നെ വേറെ അർത്ഥം പറ. എന്താ അത്? ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എടുത്തേ. സൗകര്യമില്ല. എന്നാ ഞാൻ ഇവിടുന്ന് പോകുന്നില്ല. എടുക്ക്. That means you like me. Oh, you love me. Appa, you like me. Go to hell. Thank you. മഴനുള്ളും തുള്ളികൾ കരളോരം വീഴവേ നിനവാകെ നിൻമുഖം മാത്രമായി പകരാ
കുടയുന്നോ വാനിലായി കുങ്കുമം പ്രണയമായി അറിയാതെ എന്നോ നീ എന്റെ ജീവന്റെ നിഴലായി മാറി പറയാതെ എന്നാളും ഓമൽ താരാട്ടായി നെഞ്ചിലാലോലമുണരുന്നു തൂമിന്നൽ തൂവൽ തുമ്പാൽ മെല്ലെ എൻ പൂവൽ കനവിൽ തഴുകാൻ വരൂ വാർത്തിങ്കൾ മായും രാവിൻ കൊമ്പിൽ എല്ലാം കാണാൻ കൊള്ളുന്ന പെമ്പിള്ളാരെ കൂടെ കാണും ഇതുപോലെ വരണം. അവളായിരിക്കും ഇത് മൊത്തം കൊളാക്കുന്നത്. ഇനി അവളില്ലാതെ നേരം നോക്കി വേണം നമുക്ക് കയറി വിട്ടാം. നീ വാ. തണൽ വീഴാ വഴിയിലും പുഴമീട്ടും പാട്ടിലും കനലോലും നോവുമായി തേടി ഞാൻ മറുവാക്കിൻ കുമ്പിളിൽ നറുപൂന്തേ നീണമായി ഇതിലേ പോരുമോ കടലാഴമോളം നീ പെയ്തിറങ്ങുന്നു മനസ്സിൽ താനേ പിരിയാതെ എന്നാടും തമ്മിലൊന്നായി ജന്മമാരോ മലെ പുൽകുമോ തൂമിന്നൽ തൂവൽ തുമ്പാൽ മെല്ലെ എൻ പൂവൽ കനവിൽ തഴുകാൻ വരൂ വാർത്തിങ്കൾ മായും രാവിൻ കൊമ്പിൽ ചിറകേറി നീ പുലർവെയിൽ മലർത്തരൂ ഗംഗ ഗംഗ ഒന്ന് നോക്കിയേ ഗംഗ ഒന്ന് നോക്കിയേ ആ കപ്പിളിനെ കണ്ടോ പെട്ടെന്ന് നോക്കാതെ പതുക്കെ ഓക്കേ കണ്ടോ കണ്ടു. എന്താ ആ കപ്പിൾ അത്ര പോരല്ലേ? എത്ര പോരാ? അല്ല നമ്മുടെ അത്രയും. അതിന് നമ്മള് കപ്പിളല്ലല്ലോ. അല്ല എന്നാലും നമ്മളത്ര മോശമൊന്നുമില്ലല്ലോ. നിന്റെ ഒരു നമ്പറും എന്റെ അടുത്ത് ഏക്കില്ല മോനെ. ഓക്കെ, എന്നാൽ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നെ പോലൊരാൾക്ക് ഗംഗയെ പോലൊരു കുട്ടിയെ കിട്ടാൻ എത്രയാ ചാൻസ്? ആക്ച്വലി ഇതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റൻ ആണ്. അതാ അപ്പൊ എത്രയാ ചാൻസ്? പറഞ്ഞോ. ഐ തിങ്ക് ഓക്കെ 10-1. ഐ തിങ്ക് 100-1. 1000-1. 10,000. 1 lakh. No. 10 million. 10 million. അപ്പൊ ചാൻസ് ഉണ്ടല്ലേ? ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി. അതാ വരും. അത് പോകുന്നോളൂ. എൻ്റെ ആൻറ്റി മോനെ ഇതൊന്ന് പൊക്കി തരുവോ? വാ ഒന്ന് സഹായിച്ചേ. മതിയാ? ഓ ശരി. ഗംഗ ഗംഗ ഈ കാര്യം പറഞ്ഞ് എന്റെ പുറകെ ഇനി നടക്കണ്ട പ്ലീസ്. എന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു റീസൺ പറ. അത് അച്ഛൻ സമ്മതിക്കൂല. അത് പിന്നീടുള്ള കാര്യമല്ലേ, അത് ഞാൻ നോക്കിക്കോളാം. അത് പിന്നീടുള്ള കാര്യമൊന്നല്ല, എനിക്കത് പ്രൈമറി റീസൺ ആണ്. ഓക്കെ, നിന്റെ അച്ഛന്റെ സമ്മതം ഇല്ലാതെ നമുക്ക് കല്യാണം കഴിക്കണ്ട.
എന്ന് വെച്ച് പ്രേമിക്കാതിരിക്കാൻ ഒരു റീസൺ അല്ലല്ലോ. അതെ, പക്ഷെ പ്രേമിച്ച് കഴിഞ്ഞ അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിപ്പിക്കും ഞാൻ. ഇല്ലെങ്കിൽ സമ്മതിക്കുന്നവരെ വെയിറ്റ് ചെയ്യാമല്ലോ. വേറെയും ഒരുപാട് റീസൺ ഉണ്ട്. വേറെന്തുവാന്ന് പറ. അത് ഒരുപാട് സപ്ലൈ ബാക്കിയുണ്ട്. സപ്ലൈ ഇല്ലാത്ത എഞ്ചിനീയേഴ്സിന് എന്തിനു കൊള്ളാം? നീ വേറെ വല്ലതും ഉണ്ടേ പറ. നീ ഒരു തടിയനാ. അതിന് അമ്മ പറഞ്ഞാൽ മെലിഞ്ഞു പോയിന്നാണല്ലോ. ആ, അതെല്ലാ അമ്മമാരും അങ്ങനെ പറയാറുള്ളൂ. അപ്പൊ തടി പറഞ്ഞാൽ അതിന്റെ പ്രശ്നം തീരുവോ? വേറെയും ഒരുപാടുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറ ഗംഗ. എനിക്കിപ്പോ ഓർമ്മ വരുന്നില്ല. ഗംഗ, ഗംഗ, ഐ റിയലി ലവ് യു. നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നവരെ ഞാൻ എന്നും ഇവിടെ വന്ന് നിൽക്കും. അതിന് 10 ദിവസമായാലും 10 വർഷമായാലും. അന്ന് എനിക്ക് വയസ്സ് 32, നിനക്ക് 30. മക്കളെ ഇതൊന്ന് ഇറക്കി വെച്ച് തരുവോ? ഒരു സ്വപ്നം കാണും പോലെ പുതു സ്വർഗം ചേരും പോലെ അരികിലാരോ അഴക് ചൂടി വിരിയവേ ഞാനും പൂങ്കാറ്റായി നെയ്യുന്നോ. ടൈറ്റാനിക്കാ? മോർണിംഗ് സർ. ബൈ. വലിയൊരു ഹോട്ടലും ചെറിയൊരു വാതിൽ. ഗുഡ് മോർണിംഗ് സർ. റാംബോ റെസിഡൻസി ഇൻവൈറ്റ്സ് യു. ഒച്ചത്തി പറഞ്ഞു കേൾക്കണ്ടേ? ഹൈ ഗൈസ്, ഹണിമൂൺ സൂട്ട് ബുക്ക്ഡ് ഫോർ മീ. 2 പേർ. സൂക്ഷിക്കണം, മുതലാളിമാര് ബാഗ് വരെ പിടിക്കുക ഈ ഹോട്ടലിൽ. അതിന്നൊക്കെ ഉണ്ട് പൊട്ടും. പൊട്ടൻ ലാപ്ടോപ്പാണ്. ഓക്കെ സാർ. അല്ലേ? എത്രാമത്തെ നിലയിലാണ്? 16. അപ്പൊ എത്ര എണ്ണം വരും? 16. സർ. ആ, കമൺ ബോയ്സ്. ഹലോ, ഡേവിഡ് ഹിയർ. നിങ്ങളിവിടെ എത്തിയോ? ഓക്കെ, ഗുഡ്. സമയമാകുമ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരും. ബി റെഡി ഫോർ ദാറ്റ്. മതിയോ? ഒഴിച്ചാൽ മതിയില്ലേ? എന്തൊരു ചൂടാ വെള്ളത്തിന്. ആൻസർ അനങ്ങിപ്പോവരുത്. പൊട്ടണ തോക്കാണത്. അമ്പലത്തിൽ വെച്ച് വിചാരിച്ചാ പൊട്ട ഉണ്ട് അതില്. ആണോ? അല്ല, ആളാരെന്ന് പറഞ്ഞോ? ഇല്ല. പിന്നെ വെടി കൊള്ളേണ്ട ആൾ ഇങ്ങോട്ട് വന്നിട്ട് ഇന്ന കൊല്ല് എന്ന് പറയോ? ഇത് പൊട്ടണ തോക്കാൻ ഞാൻ പറഞ്ഞില്ലേ? അയാൾ മെസ്സേജ് അയക്കാന്ന് പറഞ്ഞു. അത് ശരി. ഇതിപ്പോ പേരും ഇല്ല, ഫോട്ടോ ഇല്ല, അഡ്രസ്സും ഇല്ല. പിന്നെ എവിടെ പോയിട്ടാ വെടിയൊക്കെ? എടാ, ഇന്റർനാഷണൽ ഡീലിങ്സ് ഒക്കെ ഇങ്ങനെയാടാ. മെസ്സേജ് വഴിയാണ് എല്ലാ പരിപാടിയും. ഇതിപ്പോ എന്തോ ഭാഗ്യത്തിന് കൊല്ലേണ്ട ആള് ബോംബെന്ന് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ മുമ്പിൽ വന്നോട്ട് നമുക്ക് കൊട്ടേഷൻ കിട്ടി. അതുകൊണ്ടൊക്കെയാണ് ഇത്ര വലിയ കൊട്ടേഷൻ കിട്ടിയത്. ഇതേപോലെയൊക്കെ ജീവിക്കണ്ടേ? എന്നാ പിന്നെ ഒരു 50 ഉറുപ്പിക അധികം ചോദിക്കാനും. അത് ശരിയാണ്. ഇപ്പൊ ആ സമയത്ത് തോന്നുന്നുണ്ട്. വെടിയൊക്കെ വിളിക്കണേ. എവിടെ? ഇതെവിടെ? നിന്റെ പോക്കറ്റിലാ അടിക്കണത്? എന്റെ പോക്കറ്റിൽ? പിന്നെ എന്റെ പോക്കറ്റില? അയ്യോടാ, സോറി, എന്റെ പോക്കറ്റില. പക്ഷേ ഒന്നും കാണാനില്ലല്ലോ. അയ്യോ. ആ, ഡേവിന്റെ ഫ്രണ്ടാ വിളിക്കണം. ഹലോ. കളിത്തോക്കല്ലത്. എത്തിയാ? ലിഫ്റ്റില്ല? ഓക്കെ, അയാൾ വന്നിട്ടുണ്ട്. വാ. ആയ്, കൊതിയായിട്ട് പോയി വെടി വെക്കാൻ. വാ, വാടാ. ഞാനപ്പോൾ ഇന്ന് തന്നെ തിരിച്ചു പോകും. ശരി, അപ്പൊ ബോംബെ കാണാം. ഷുവർ. ഇതാ
കയ്യിലെന്താ? ഒരു ഉണ്ടുള്ളൂ. അപ്പൊ പിന്നെ തീർക്കല്ലേ? ഇല്ല ഇല്ല. നിങ്ങളെ അയച്ചതാരാ? സത്യം പറയടാ. ഇവനാണോ? ഞാനോ? ഇവനാണോന്ന്? ഈ പന്ന നായിന്റെ മോനാണോ? ചേട്ടാ തോക്ക്. ഇനിയിപ്പോ ബാക്കി പൈസ ആരാ തരിക? നോ നോ. എന്താ നിങ്ങളുടെ പേര്? ഇവൻ കുമാരി, ഞാൻ പുത്തരി. സത്യോട് ഞങ്ങൾക്ക് ആളറിയില്ലായിരുന്നു. ലിഫ്റ്റിൽ കയറിയപ്പോഴാണ് സാറാണെന്ന് അല്ലേ? ഞങ്ങള് വെറുതെ വിടി. അതെ. ശരി, നിങ്ങളെ വെറുതെ വിടാം. ആണോ? വെറുതെ വിടാന്ന്. കുത്തരി ഇവിടെ നിൽക്കട്ടെ. ചാക്കരി പോയി ഞാൻ പറയുന്ന ഒരാളെയും വിളിച്ചോണ്ട് വാ. മീ? യു മീൻ മീ? നോർത്ത് CI, പേര് പടയപ്പ. സാർ ഞങ്ങൾ രണ്ടുപേരും കൂടി വർക്ക് ചെയ്യണം, ഒറ്റ കേരള അല്ലേ? ശരി, രണ്ടുപേരും വയ്ക്കോ. അല്ല, ഞങ്ങൾ വിളിച്ച അയാൾ വരുമോ? അയാൾ വരണം. ജീവൻ കിട്ടി, രക്ഷപ്പെട്ട്. സ്റ്റേഷനിൽ പോണ്ട, മുങ്ങിയാലോ? അയാള് പറഞ്ഞ പോലെ ചെയ്തില്ലെങ്കിൽ തേടി വന്ന് നമ്മളെ കൊല്ലും. ഇപ്പൊ കാണിച്ചത് അപ്പ് ഉണ്ടാവില്ലട്ടാ. ജോരെന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കല്ലേ? ഇത് നല്ലൊരു കുടുക്കാനുള്ള കുടുങ്ങി. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കുടിപ്പിക്കേണ്ട കാര്യം എന്താ? അയാൾക്ക് നേരിട്ട് വിളിച്ചാ പോരെ? അല്ലടാ, അതൊരു പ്ലാനാണ്. അയാളെ തട്ടാനുള്ള പ്ലാൻ. നമ്മൾ പോയി വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ കൊടുക്കുന്നത് നമ്മളായിരിക്കും ഉറപ്പാണല്ലോ. ഡേവിഡ് കാണിച്ചില്ലേ അതേ പ്ലാൻ. അല്ല, എന്നാ പിന്നെ ഡേവിഡിന്റെ കാലുവാരി മാരി റാംബോന്റെ കാലുവാരി പോലീസിന്റെ ഭാഗം കൂടി എങ്ങനെ ഉണ്ടാവും? റാംബോക്ക് ഇവിടെ പോലീസുകാരെ കട്ടി പിടിവാറുണ്ടെന്നേ. നമ്മളിപ്പോ പോലീസിന്റെ ഭാഗം കൂടിയാലും വിശ്വസിക്കാൻ കൊള്ളില്ല. പോലീസുകാർ കള്ളന്മാരാണ്, കൊള്ളൂല. പിന്നെ ഇപ്പൊ എന്താ ചെയ്യേ? നോക്കാം, വാ. ആ വണ്ടി പിടിച്ച് അല്ല, ഒന്ന് നിർത്തി ചോദിക്ക്. ലിഫ്റ്റ് ഒരു ലിഫ്റ്റ്. അതിന് രണ്ടുപേർക്കല്ലേ പോകാൻ പറ്റുള്ളൂ. ആണോ? രണ്ടാളെ പോകുള്ളൂ. എടാ, അയാളുടെ പേരെന്താണ്? രജനികാന്തോ? പടയപ്പന്നല്ലേ? പടയപ്പ. ആ, പടയപ്പല്ലേ? ആ. പിന്നെ ഇപ്പോൾ രണ്ടാളും കൂടിയാണ് കയറി ചെല്ലണ്ട. പിന്നെ ഞാൻ പോവാ. നീ പോണെന്തിനാണ്? നീ പോയിട്ട് വേണമെങ്കിൽ അലമ്പാക്കി അവിടെ പ്രശ്നം ഉണ്ടാക്കാം. ഞാൻ പോയിട്ട് നൈസായിട്ട് വിളിച്ചിട്ട് നീ ഇവിടേക്ക്. ഓ ശരി. ഹലോ. എന്താണത്? ഉറക്കശാല. എല്ലാരും സ്ലീപ്പിംഗ് ആണല്ലോ ചേട്ടാ. ദേ സാർ എന്തോ പറയുന്നുണ്ട് കേട്ടോ. വേണ്ടേ? ഓക്കെ സാർ, ഓവർ വിളിച്ചിട്ടുണ്ടേ. സാർ 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 സാർ
ഉറക്കമാണ്. സാർ ഈ പടയപ്പ എന്തോ പൊട്ടണ സൗണ്ട് അകത്ത് എന്താന്നറിയില്ല. കിട്ടാനുള്ള കിട്ടിയല്ലോ അല്ലേ? ഹലോ, നിനക്കത് കുറച്ച് നേരത്തെ പറഞ്ഞു ഒരു തല്ല് ഒഴിവാക്കാറുന്നില്ല സാർ. ഈ പത്മനാഭ സാർ പടിഞ്ഞാറക്കോട്ടയിൽ അതെവിടെ സാർ? എന്റെ അമ്മമ്മയുടെ പടയപ്പ. എന്തുവാടാ കാര്യം? എന്തേ എന്തുവാ കാര്യമെന്ന്? ആ സാറിനെ വിളിച്ചോണ്ട് എല്ലാം പറഞ്ഞു. വിളിച്ചോട്ടല്ല പറഞ്ഞ ആര്? റാംബോ. ആര്? റാംബോ. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. പക്ഷേ ആ സാറിനെയും കൊണ്ട് ഞാൻ അവിടുന്ന് പോകും. പേടിച്ച മൂന്നാള് പോവില്ലേ? അത് കുഴപ്പമില്ല, പോലീസുകാരനല്ലേ, ട്രിപ്പിൾസ് പോവാം. വെളിയിൽ വേറൊരുത്തം കൂടെ ഉണ്ട്. സാറേ ഞാൻ അന്നേ പറഞ്ഞില്ല ഇത് വലിയ പ്രശ്നമാവുന്നു. അവന്മാർ റാംബോയുടെ ആൾക്കാരാ. ഒരു കാര്യം ചെയ്യും സാർ, ഇപ്പൊ തന്നെ വീട്ടിലോട്ട് വിട്ടോ. യവന്മാരെ ഞാൻ ഡീൽ ചെയ്തോളാം. പിന്നെ എന്നിട്ട് വേണം പണി എനിക്ക് കിട്ടാൻ. ഇതാ പടയപ്പ. ഞാൻ മുന്നിൽ കയറാം. ഇടിച്ചു പോന്നു. ഞാൻ അങ്ങോട്ടാ പോണേ. വണ്ടി എടുക്കും. ആദ്യം ഞാൻ കയറട്ടെ. ഷാട്ടാക്കി പിടിച്ചോ. പോയി പിടിച്ചില്ലോടാ. ഇളവൻ രാവിലെ തുടങ്ങി. ആരാ പടയപ്പയ്ക്ക് കക്കൂല് കൊടുക്കാൻ വന്നാണ്? പടയപ്പയ്ക്ക് കക്കൂല് കൊടുക്കാൻ വന്നാണെങ്കിൽ ഇങ്ങനെ തന്നേരി. തല്ലാണോ? തല്ലാണെങ്കിൽ നേരിട്ട് കൊടുത്തേരും. എന്റെ കുപ്പിയിലാണ് അവന്റെ കണ്ണ്. എടാ പടയപ്പോടി, ഈ അപ്പുറത്ത് കൂടി വാ. അനിയാ കൊടുക്കുമ്പോ രണ്ടെണ്ണം എന്റെ വക ചേർത്ത് കൊടുത്തേരെ. ഒഴുകിടും മലകളിൽ
ഉടനെ അലയുമീ വഴികളിൽ മുകിലിലെ മിന്നലായവൻ മിഴികളിൽ എരിയുമാ കനലുമായി വന്നിറങ്ങിയോ. മോഹങ്ങളെന്തുമേതും ആകാശമേറി പോയാലും കണ്ണെറിഞ്ഞു വീഴ്ത്തിടും. കണ്ണീരു തൂകിയാലും ആഘോഷമാകും പോരാളി വീരനെന്തും നേരിടും. ഭൂമി തൻ രാജാതിരാജധാനിവൻ വാണിടും വിണ്ണോരം താരമായി ജയം തൊടും ഇവൻ. അലയുമീ വഴികളിൽ മുകിലിലെ മിന്നലായവൻ സൂര്യനും തൊഴുതിടും പണിതിടും താഴികക്കുടം. റാംബോ കൊത്താനായി പത്തി നീർത്ത പാമ്പോ പടകമുണരു വരണു വരണു ജാങ്കോ. ആരാനും എതിരെ നിന്ന തീർക്കും തിരകളുതിരും അവിടെ ഉടനെ. കുമാരി അവിടെ ഇപ്പൊ എന്താ സംഭവിച്ചേ? ഒരുമാതിരി ഷാജി കാലസ് പടം പോലെ തുടങ്ങിയാൽ ഇപ്പൊ ഒരു പ്രിയദർശൻ സിനിമ പോലെ ആയിട്ടുണ്ട്. എനിക്കൊന്നും മനസ്സിലാവല്ല. അയാൾ ചത്തറുണ്ടാവോ? ഞാൻ ഒന്ന് പോയി അന്വേഷിച്ചാലോ? ഇനി അങ്ങോട്ടേ ഇല്ലേ, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ നിന്നാ മതി. ചത്തില്ല അയാളും അന്വേഷിച്ച് വരുമോ? അയാളും വരും, പോലീസും വരും, ഉറപ്പാണ്. അത് പോട്ടെ, എന്നിട്ടിപ്പോ അവൻ എവിടെ ഉണ്ട്? നോ ഐഡിയ സർ. ഒരു ഹോസ്പിറ്റലിൽ എത്തിയതായിട്ട് റിപ്പോർട്ടില്ല. എന്നാലും ഒരാളെ ഉമ്മ വെച്ചൊക്കെ അപായപ്പെടുത്താൻ പറ്റുമോ? സർ, CA സാർ പറഞ്ഞത് സത്യമാണ്. ദൃക്സാക്ഷികളുണ്ട്. ദൃക്സാക്ഷികൾ എവിടെ ഉണ്ട്? അല്ല, മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ ഇതുപോലെ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സർ. എന്നിട്ടാ പയ്യൻ? ആ പയ്യൻ ആരാണെന്ന് അറിയില്ല സർ. ഞാൻ പറയാം സാർ. സാർ, ആ പയ്യൻ ആരാണെന്ന് അറിയില്ല സാർ. അവിടെ താനൊക്കെ പിന്നെ എവിടത്തെ എടോ, തന്നെ പിന്തുടർന്ന അവന്മാരെ കുറിച്ചെങ്കിലും എന്തെങ്കിലും അറിയോ തനിക്ക്? ഇല്ല സാർ. അതും അറിയില്ല. പക്ഷെ ഇനി അവരെ കണ്ടാ എനിക്ക് തിരിച്ചറിയാം. കണ്ടാ തിരിച്ചറിയാം. ഇനിയിപ്പോ അവന്മാര് ഡെയിലി രാവിലെ തന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ ഫാഷൻ പരേഡ് നടത്തും. തിരിച്ചറി എന്ന് പറഞ്ഞു. മണ്ടൻ, മരമണ്ടൻ. സർ, റാംബോ ഇപ്പൊ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല. ഇൻ കേസ് ജീവനോടെ ഉണ്ടെങ്കിൽ അയാൾ ഈ പയ്യനെ തേടി എത്തുമെന്ന് ഉറപ്പാ. ആ പയ്യനെ ട്രാക്ക് ചെയ്യാൻ പറ്റിയ റാംബോയെ തെളിവോടുകൂടി പിടിക്കുകയും ചെയ്യാം. അവനെ ഒതുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ കൊട്ടേഷൻ പിള്ളാരെയും ആ പയ്യനെയും എത്രയും പെട്ടെന്ന് തപ്പിയെടുത്തോളാം. എന്തായാലും താനൊന്ന് മൂവ് ചെയ്ത് നോക്ക്. ആ പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് കുറച്ച് പിള്ളേരെ കൂടെ വിളിച്ചോ. ഓക്കെ സാർ. എന്നാലും ഉമ്മ വെച്ചൊക്കെ ഒരാളെ ഇങ്ങനെ
ഗോൾബ്ലാഡർ ബുള്ളറ്റ് കൊണ്ട് തകർന്നിട്ടുണ്ട്. സോ ഹി കാനോട്ട് കൺട്രോൾ ഹിസ് യൂറിൻ. അത് പോയിക്കൊണ്ടേയിരിക്കും. ഒരു യൂറിൻ ബാഗ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാ എവിടെ പോയാലും ഹി വിൽ ഹാവ് ടു ക്യാരി ദ യൂറിൻ ബാഗ് വിത്ത് ഹിം. അയ്യേ, ഈ മൂത്രസഞ്ചിയും പിടിച്ച് എല്ലായിടത്തും പോവാന്ന് പറഞ്ഞാ ഈ കണ്ടീഷൻ എപ്പോഴാണ് ശരിയാവുന്നത്? ഇമ്മീഡിയറ്റ് ആയി ഒരു കംപ്ലീറ്റ് ക്വയറി കേസ് സാധ്യമല്ല. യൂറിനേറ്റ് ചെയ്യാമെന്നല്ലാതെ ഈ അവയവം കൊണ്ട് മറ്റൊന്നും നടക്കില്ല. സാർ, പെട്ടെന്ന് അനങ്ങാനോ ഇളകാനോ പാടില്ല. യാതൊരു കാരണവശാലും സ്ട്രെയിൻ എടുക്കരുത്. ബ്ലീഡിംഗ് ഉണ്ടാവും. ഇൻഫെക്ഷൻ വന്നാൽ പഴുക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ മുറിച്ച് കളയേ നിവൃത്തിയുള്ളൂ. പ്ലീസ് സർ. Can we take him abroad for some advanced treatment? Yes, maybe. But by flight സാറിന് ഈ കണ്ടീഷനിൽ ട്രാവൽ ചെയ്യാൻ സാധ്യമല്ല. എയർ പ്രഷർ ഉണ്ടായാൽ ബ്ലീഡിംഗ് ഉണ്ടാവും. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. സർ, തമ്പി, I need some water. No, you're not supposed to drink now. പുള്ളി ഇപ്പം മെന്റലി ആൻഡ് ഫിസിക്കലി തളർന്ന അവസ്ഥയിലാണ്.